ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൾ നിന്നെ സ്നേഹിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് നിങ്ങൾക്കൊന്ന് പറയാൻ ശ്രമിക്കാമോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ്. ഞാൻ തംബ്നെയിലിൽ കാണിച്ച പോലെ ഡു, ഡസ്, ഡിഡ് ഇതിൻ്റെയൊക്കെ പ്രയോഗങ്ങൾ നമുക്കാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ടല്ലേ. എന്നാൽ അത് പെട്ടെന്ന് പഠിക്കാനുള്ള ചില സൂത്രവാക്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് മുന്നേ ഞാൻ 15 ഡേയ്സ് ക്ലാസ് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ക്ലാസ് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകാനും മറക്കരുത്. ഓക്കെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആ സെൻറ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഐ ലവ് യു. എന്നാൽ ഈ ഐ ലവ് യു എന്നിങ്ങനെ വന്നു? ഐ ഞാനും യു നീയുമാണ്, അല്ലെങ്കിൽ നിന്നെ എന്നാണ്. സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഈ ലവ് എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? പലരും ഐ ആം ലവിങ് ആണോ, ലൗഡ് ആണോ എങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഈ ലവ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടത് ഡു വെർബ് അല്ലെങ്കിൽ റൂട്ട് വെർബാണ്. അതായത് ഇപ്പോൾ ഒരു വെർബിൽ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്ന് വെക്കാം. അതായത് ജംപ്, വാക്ക്, സിങ് അല്ലെങ്കിൽ റീഡ്, റൈറ്റ് പോലെയൊക്കെയുള്ള വാക്കുകളിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അതിനകത്തെല്ലാം അണ്ടർലൈങ് ആയിട്ടൊരു ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഒരു സഹായക ക്രിയ കിടപ്പുണ്ട്. അതാണ് ഡു വെർബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ആ ഡു വെർബ് എന്ന് പറയുന്നത് അതിനകത്ത് ഉള്ള ആ ഒരു വെർബിനെ നമുക്ക് കാണാം, ഓക്സിലറി വെർബിനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ലവ് എന്ന് എഴുതുമ്പം അതിനെ ഡു പ്ലസ് ലവ് എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഈ ഡു പ്ലസ് ലവ് എന്ന് എഴുതുമ്പം അത് നമുക്ക് ഐ ലവ് യു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഐ ഡു പ്ലസ് ലവ് എന്നാണ്. അപ്പോൾ ആ ലവിനകത്ത് ഡു ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ അതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ ആ ലവിൽ നിന്നുള്ള ഡൂവിനെ എടുത്തിട്ട് അതിനകത്ത് നോട്ട് ആഡ് ചെയ്താൽ അതിനാവും. അതായത് ഐ ഡു നോട്ട് ലവ് യു. ഓക്കെ. ഐ ഡു നോട്ട് ലവ് യു എന്ന് വെച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. അപ്പം നമ്മളങ്ങനെ അവിടെ എഴുതുക. നോക്കൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പഠിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നോ എന്നാണെങ്കിൽ ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഐ ഡു ലവ് യു ഇല്ലേ, അതിനകത്ത് ആ ഡു എടുത്ത് ആദ്യം എഴുതിയാൽ മതി. ഐ ഡു ലവ് യു എന്നുള്ളത് ഡു എടുത്ത് നമ്മൾ ആദ്യം എഴുതുന്നു. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഡു ഐ ലവ് യു. വീണ്ടും മൂന്നാമത്തെ സെൻറ്റൻസായി. പിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കാനാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ലവ് യു, ഐ ഡു നോട്ട് ലവ് യു എന്ന് പറഞ്ഞു. ആ ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ടിനെ നമ്മൾ ആദ്യം എഴുതുമ്പോൾ ബാക്കി എന്തുകൊണ്ട്? ഡോണ്ട്, പിന്നെന്തുകൊണ്ട്? ഐ ലവ് യു. ഡോണ്ട് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ. അപ്പോൾ എത്ര സെൻറ്റൻസ് കിട്ടിയെന്ന് നോക്കിക്കേ. അപ്പോൾ ആ ഐ ലവ് യു എന്ന സെൻറ്റൻസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഡു വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതെവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. അതായത് ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പം ഞാൻ അമ്മയെ സഹായിക്കുന്നുണ്ട്, ഐ ഹെൽപ്പ് എൻ്റെ അമ്മയെന്നാണെങ്കിൽ ഐ ഹെൽപ്പ് മൈ മദർ. ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട്, ഐ ബ്രഷ്. ഞാൻ സ്കൂളിൽ പോകാറുണ്ട്, ഐ ഗോ ടു സ്കൂൾ. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം ഡു വെർബാണ്. അപ്പോൾ ഡു വെർബ് ഇത്ര സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഡൂനെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്കതിൻ്റെ കൂടെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് ആഡ് ചെയ്ത് നെഗറ്റീവ് സെൻറ്റൻസും അതുപോലെ ചോദ്യങ്ങളും ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഈ പറഞ്ഞ അതേ രീതിയിൽ ചോദ്യങ്ങളും ഉണ്ടാക്കാം. എന്നാൽ രണ്ടാമത് ഞാൻ പറഞ്ഞ സെൻറ്റൻസ് അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് അല്ലേ. അവൻ എന്നുള്ളതിന് ഹീയും പിന്നെ എന്നെ എന്നുള്ളതിന് മീയുമാണെന്നറിയാം. അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ലൗസ്. ഇവിടെ എങ്ങനെ ലൗസ് വന്നു? ഐയുടെ കൂടെ എന്തുകൊണ്ട് ലവ് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? അപ്പം ഞാൻ ആദ്യം പറഞ്ഞു സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഞാൻ ഡു വെർബ് പറഞ്ഞു, ഐയുടെ കൂടെ നമ്മൾ എഴുതി.
പിന്നെ ഇനി ശ്രദ്ധിച്ചോളുക, നമ്മൾ സ്നേഹിക്കുന്നു, സ്നേഹിക്കാറുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഒരാൾ മാത്രമുള്ളതാണെങ്കിൽ ഈ ഡു വെർബല്ല അവിടെ ചേർക്കേണ്ടത് ഡസ് വെർബാണ്. ഡസ് പ്ലസ് ലവ്, അതായത് ലവ്സ്. ലവ്സ് എന്ന് വരുമ്പോൾ എവിടെ എസ് കണ്ട, ഏത് ജംപ്സ്, വാക്സ്, റീഡ്സ്, റൈറ്റ്സ്, ഹെൽപ്സ്, പ്ലേസ്, ഇങ്ങനെയൊക്കെ എസ് കണ്ടാലും അവിടെ എല്ലാം ഡസ് പ്ലസ് പ്ലേ, ഡസ് പ്ലസ് ഹെൽപ്പ്, ഡസ് പ്ലസ് റീഡ്, ഡസ് പ്ലസ് റൈറ്റ് എന്ന് മനസ്സിലാക്കിക്കോണം. അതുപോലെ ഒറ്റയാൾ മാത്രമാണെങ്കിൽ അവിടെ ഇപ്പം നമ്മൾ ഹീ ലവ്സ് മീ, അതുപോലെ ഇപ്പം നമുക്ക് പറയാം രാജു ഹെൽപ്സ് മീ, ഷീ ഹെൽപ്സ്. ഏത് പറഞ്ഞാലും ഈ പറഞ്ഞ 3 രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിക്കാറുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഇത് 3 വെച്ചിട്ട് നമുക്ക് ഡസ് വെർബാണ് സിംഗുലറിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ മനസ്സിലായോ? ഹീ ലവ്സ് മീ, അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നാണെങ്കിൽ ഏതിൻ്റെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്യണം? ഈ ഡസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഹി ഡസ് നോട്ട് ലവ് മീ, ഹി ഡസ് നോട്ട് ലവ് മീ. ഇനി അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണെങ്കിൽ ഈ ഡസ് ആദ്യം എടുത്തെഴുതണം. അപ്പോൾ എന്ത് ബാക്കി വരും? ഡസ് ഹി ലവ് മീ, ലവ് ആണ്. പിന്നെ അവൻ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഡസിൻറ്റ് ഹീ ലവ് മീ, ഡസിൻറ്റ് ഹീ ലവ് മീ. നോക്കൂ എത്ര സെൻറ്റൻസുകൾ. ഇപ്പോൾ ഒറ്റ സെൻറ്റൻസ് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എഴുതി. ഇപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കഴിഞ്ഞ തൊട്ട് മുന്നുള്ള ക്ലാസ്സിൽ 5 പാറ്റേൺസ് റൂൾ എന്ന് പറഞ്ഞിട്ട് റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാനുള്ള ട്രിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ആ ക്ലാസ് കണ്ടിട്ട് 15 ഡേയ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. മാത്രമല്ല ഇതുപോലെ ഞാൻ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒപ്പം റീഡിങ് റൈറ്റിംഗ് ക്ലാസ്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ആ നമ്പറിലൊന്ന് ബന്ധപ്പെടണം കേട്ടോ. അപ്പം നോക്കൂ, നമ്മൾ ഡൂവും പഠിച്ചു, ഡസ്സും പഠിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അവൾ അവനെ സ്നേഹിച്ചിരുന്നു. മൂന്നാമത് പറഞ്ഞത് ഷീ ലൗഡ് ഹിം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഡ് ഫോമാണ് വന്ന ലൗഡ് അല്ലേ. അതായത് ഏതെങ്കിലും ഒരു കാര്യം സ്നേഹിച്ചിരുന്നു, സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ലൗഡ് ഡിഡ് വെർബായിരിക്കണം ചേർക്കേണ്ടത്. ഇപ്പം നമ്മൾ മുമ്പേ ഡൂവിൻ്റെ പ്രയോഗവും ഡസിൻ്റെ പ്രയോഗവും മനസ്സിലായി. ഇനി ഡിഡിൻ്റെ പ്രയോഗം വരുന്നത് ഏത് കാര്യം മുമ്പ് നടന്നതാണെങ്കിലും അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡ് വെർബ് അങ്ങ് ആഡ് ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരും? അപ്പോൾ ഇവിടെ ഷീ ലൗഡ് ഹിം എന്നായി. ഷീ ലൗഡ് ഹിം. അപ്പോൾ അവൾ അവനെ സ്നേഹിച്ചിരുന്നില്ലെന്നാണെങ്കിൽ ലൗഡിൽ നിന്ന് എന്തെടുക്കണം? ഡിഡ് എടുക്കണം. ഷീ ഡിഡ് നോട്ട് ലവ് ഹിം, ഷീ ഡിഡ് നോട്ട് ലവ് ഹിം ഇല്ലേ. അവൾ അവനെ സ്നേഹിച്ചിരുന്നോ എന്നാണെങ്കിൽ ഡിഡ് ഷീ ലവ് ഹിം, ഡിഡ് ഷീ ലവ് ഹിം. അവൾ അവനെ സ്നേഹിച്ചിരുന്നു, ഡിഡ് ഷീ ലവ് ഹിം. ഓക്കെ, എന്നാൽ അവൾ അവനെ സ്നേഹിച്ചിരുന്നില്ലേ എന്നാണെങ്കിൽ ഇരുന്നില്ല നമ്മൾ ഡിഡ് നോട്ട് പറഞ്ഞു. അപ്പം ഡിഡ് നോട്ട് ആദ്യം എഴുതണം. അത് നമുക്ക് ഡിഡിൻ്റെ എന്ന് പറയാം. ഡിഡിൻറ്റ് ഷീ ലവ് ഹിം. അപ്പം ഇവിടെ ആ ഡിഡ് പിന്നെ ലൗഡ് എന്നുള്ളതിന് പകരം നമുക്ക് ഏതിപ്പോൾ സഹായിച്ചു, ഞാൻ സഹായിച്ചു, ഐ ഹെൽപ്ഡ്, അവൻ കളിച്ചു, ഹീ പ്ലേഡ്, അവൾ കരഞ്ഞു, ഷീ ക്രൈഡ്, അവൻ ചാടി, ഹീ ജംപ്ഡ്. ഇവിടെ എല്ലാം ഡ് ആണ്, ഡിഡ് ഫോമാണ്. അതുകൊണ്ടാണ് ജംപ്ഡ് വാക്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജംപ്ഡ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഡൂ വെർബിൻ്റെ യൂസ് ഡൂ, ഡിഡ്, അതുപോലെ ഡസ്. ഇത് 3 ഡസ്സാണ്. അതിങ്ങ് സംശയം വരുന്നത് എപ്പോഴും ഒരാളെ ഉള്ളെങ്കിൽ സ്നേഹിക്കുന്നു, പോകുന്നു, വരുന്നു എന്ന അർത്ഥത്തിൽ ഡസ് വെർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ ഈ 3 സ്പീക്കിംഗ് പ്രാക്ടീസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൾ അവനെ സഹായിച്ചില്ലെന്നാണ്. അവൻ അവളെ സഹായിച്ചില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കുന്നു, എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, അവൻ അവളുടെ വീട്ടിൽ പോയി എന്നാണ്. അവൻ അവളുടെ വീട്ടിൽ പോയി. അവൾ ബ്രഷ് ചെയ്യുന്നു, അവൾ ബ്രഷ് ചെയ്യുന്നു. അവർ സ്കൂളിൽ പോകുന്നു, അവർ സ്കൂളിൽ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ്റെ അച്ഛൻ അവനെ സഹായിക്കുന്നില്ല. ഓക്കെ, അവൻ്റെ അച്ഛൻ അവനെ സഹായിക്കുന്നില്ല. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ഇംഗ്ലീഷ് എഴുതി നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ
കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഡൗട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.